ഡിസീസസ് ഉണ്ടല്ലേ, നമ്മൾ ഓർഗൻ ഫെയിലിയേഴ്സ് ഒക്കെ, അതുപോലെ ഹാർട്ട്, കിഡ്നി, ലിവറൊക്കെ പോലെയുള്ള ചില അസുഖങ്ങൾ കാരണവും നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അത് വെച്ച് നീര് കെട്ടിയിട്ടൊക്കെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നതിന് മുന്നേ ആദ്യം വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺ നോക്കണം. ഹെറിഡിറ്ററി പാരമ്പര്യം വലിയൊരു റീസൺ അല്ലേ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ളത്. അപ്പം ഡയറ്റ് എല്ലാം നല്ലതാണ്. അപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറ്റ് ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ മാൽന്യൂട്രീറ്റഡ് ആണോ എന്നുള്ളത് നോക്കണം. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഒഴിവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വെയിറ്റ് കുറയ്ക്കാൻ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂടാനുള്ള ഒരു കാരണം ഉണ്ടാവും നിങ്ങളുടെ ബോഡിയിൽ. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് ഫിസിഷ്യനെയോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനോ അതുപോലെ ബന്ധപ്പെട്ട ആളെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്ത് ഒരു ഒപ്പീനിയൻ എടുത്ത് എന്തായിരിക്കും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് നോക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ട് അതോടുകൂടി തന്നെ ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും.